നമ്മളൊന്ന് ബി ജെ പിയിലേക്ക് പോവുകയാണ്. ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ സംസ്ഥാന ബി ജെ പിയിലെ ഏറ്റവും കരുത്തുറ്റ പേര് അത് വി മുരളീധരനും കെ സുരേന്ദ്രനുമായിരുന്നു. എന്നാൽ ഇന്ന് ആ പേരുകൾ കേൾക്കാനേയില്ല. അവർ അവഗണനയുടെ പടുകുഴിയിലേക്ക് വീണുപോയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അധികാരം രാജീവ് ചന്ദ്രശേഖറിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും സംസ്ഥാന ബി ജെ പിയിൽ അപ്രസക്തരാകുന്ന കാഴ്ച ഇപ്പോൾ ഈ യുവ സംഘടനകളുടെ ഭാരവാഹി പട്ടിക വരുമ്പോഴും കെ സുരേന്ദ്രൻ പക്ഷം ഇല്ലാതാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോഷക സംഘടനകളിൽ പിടിമുറുക്കി എസ് സുരേഷ്, എം ടി രമേശ് പക്ഷങ്ങൾ. യുവമോർച്ച ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും എസ് സുരേഷിന്റെ നോമിനികളാണ്. മറ്റു മോർച്ചകളിൽ എം ടി രമേശ് പക്ഷത്തിനാണ് ആധിപത്യം. സുരേന്ദ്രൻ പക്ഷത്തെ ആരെയും പ്രധാന ഭാരവാഹികൾ ആക്കിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി വി കുട്ടൻ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കെ സുരേന്ദ്രനും വി മുരളീധരനും കേരള ബി ജെ പിയിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അപ്രസക്തരാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പോഷക സംഘടനകളിലെ ഭാരവാഹികൾ വരുമ്പോൾ അവർ വീണ്ടും തീർത്തും അവഗണിക്കപ്പെട്ടു പോകുന്നതാണോ കാണാൻ കഴിയുന്നത്? ഇവർക്ക് അധികാരമുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒതുക്കിയിരുന്ന എസ് സുരേഷ് ഇപ്പോൾ കരുത്തനാകുന്നതാണോ യുവമോർച്ച ഭാരവാഹികളിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്? മനു, ഇന്നലെയാണ് യുവമോർച്ച ഭാരവാഹികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. എസ് സുരേഷാണ്, അതായത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷാണ് ഈ ഭാരവാഹികളെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അതിനകത്ത് ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും എസ് സുരേഷിന്റെ ആൾക്കാരാണ് പ്രധാനപ്പെട്ട പദവികളിലേക്ക് വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രൻ പക്ഷത്തെ പരിപൂർണമായും അവഗണിച്ചു എന്ന് പറയാം. വളരെ അപ്രസക്തമായ പോസ്റ്റുകളിൽ ഒരാൾ മാത്രമാണ് കെ സുരേന്ദ്രൻ പക്ഷത്തു നിന്നും വന്നിരിക്കുന്നത്. മറ്റെല്ലാ പദവികൾക്കകത്തേക്കും അതിനകത്ത് വന്നിരിക്കുന്നത് എസ് സുരേഷിന്റെയും എം ടി രമേശിന്റെയും ആൾക്കാരാണ്. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് സുരേഷിന്റെ നോമിനിയാണ്. അതോടൊപ്പം ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കപ്പെട്ട ഗോകുൽ, മനുപ്രസാദ്, അതോടൊപ്പം തന്നെ ഷിജിൽ, വിഷ്ണു ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ എസ് സുരേഷിന്റെ നോമിനികളാണ്. അഖിൽ പ്രേമും നിബിൻ കൃഷ്ണനും, രണ്ട് ഭാരവാഹികൾ എം ടി രമേശിന്റെ പക്ഷത്തുമുണ്ട്. അതായത് യുവമോർച്ച നമുക്കറിയാം ഇനി ബി ജെ പിയിലെ പുതിയ തലമുറ അത് എസ് സുരേഷിന്റെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എസ് സുരേഷ് കരുത്തനായി മാറുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണയോടുകൂടി എസ് സുരേഷ് കരുത്തനായി മാറുന്നു. സാധാരണയായി രണ്ട് ഗ്രൂപ്പുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ, വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും കൂടെയുള്ള പക്ഷം, മറുഭാഗത്ത് പി കെ കൃഷ്ണദാസ്, എം ടി രമേശ് പക്ഷം. ഇങ്ങനെയായിരുന്നു രണ്ട് കുറെ കാലങ്ങളായി ബി ജെ പിയുടെ ഈ ഗ്രൂപ്പ് സമവാക്യം. ഇതിപ്പോൾ എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ശക്തി കൂടി ബി ജെ പിക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഇത്തരം പുതിയ സംഭവവികാസങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവമോർച്ച എസ് സുരേഷ് പക്ഷം പൂർണ്ണമായി പിടിക്കുന്ന ഘട്ടത്തിൽ മറ്റ് പോഷക സംഘടനകൾ, അതായത് ഈ യുവമോർച്ചയെ പോലെ തന്നെ 7 മോർച്ചകളാണ് ബി ജെ പിക്കകത്ത് ഈ പോഷക സംഘടനകളായി ഉള്ളത്. അതിനകത്ത് ഒബിസി മോർച്ച, കർഷക മോർച്ച, മഹിളാ മോർച്ച, അതോടൊപ്പം തന്നെ എസ് സി മോർച്ച, എസ് ടി മോർച്ച, ന്യൂനപക്ഷ മോർച്ച, അങ്ങനെ 7 മോർച്ചകളുണ്ട്. ഇതിനകത്ത് യുവമോർച്ച ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ മോർച്ചകൾക്കകത്തും ശക്തമായ സാന്നിധ്യമായി എം ടി രമേശിന്റെ ആൾക്കാരുള്ളത്. എം ടി രമേശ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പോഷക സംഘടനകൾക്കകത്ത് എം ടി രമേശിന്റെ ആൾക്കാരെ നിയമിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ നിന്നുൾപ്പെടെ എല്ലാ ഭാരവാഹികളും, മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉൾപ്പെടെ എം ടി രമേശിന്റെ പക്ഷക്കാരിയാണ്. അത്തരത്തിൽ മോർച്ചകൾ മുഴുവൻ എസ് സുരേഷും എം ടി രമേശും കൈകടത്തിയിരിക്കുകയാണ്. അവർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം കെ സുരേന്ദ്രൻ തുടർച്ചയായി രണ്ടിടം പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ എല്ലാ പോഷക സംഘടനകൾക്കകത്തും കെ സുരേന്ദ്രന്റെ ആൾക്കാരായിരുന്നു. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ ആ ചിത്രങ്ങളൊക്കെ ആകെ മാറി മറിയുകയാണ്. കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും കൂടെയുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും ഇല്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു ജംബോ കമ്മിറ്റി, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർ കമ്മിറ്റി ഇത്രയും ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജംബോ കോർ കമ്മിറ്റി രൂപീകരിച്ചത്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഭാരവാഹികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിനകത്തൊന്നും കെ സുരേന്ദ്രൻ ഒരു തരത്തിലുള്ള പരിഗണന ലഭിച്ചില്ല എന്നതാണ്. പി രഘുനാഥൻ, അതായത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു. അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. കോഴിക്കോട് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനായി പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന നേതാവായിരുന്നു പി രഘുനാഥ്. ഈ ഭാരവാഹി പ്രഖ്യാപനം വന്ന ശേഷം ഇതുവരെ പി രഘുനാഥ് കഴിഞ്ഞ സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഒരിടത്തുമില്ലെന്ന് മാത്രമല്ല ഒരു ഭാരവാഹി സ്ഥാനത്തും അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ പഴയ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ഗണേശൻ,
ഒരു പ്രധാനപ്പെട്ട യുവജന നേതാവായിരുന്നു. കെ സുരേന്ദ്രൻ ഏറ്റവും അടുപ്പക്കാരനാണ്. ഇപ്പോൾ ഈ പാർട്ടിയുടെ പുനഃസംഘടന വന്നപ്പോഴും പാർട്ടിയുടെ ഭാരവാഹിയെ തീരുമാനിക്കപ്പെടുന്നു. കെ ഗണേശന് ഒരു പരിഗണനയിൽ ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരാണ് ഇപ്പോൾ ഏതാണ്ട് അപ്രസക്തമായിരിക്കുന്നത്. അതായത് കെ സുരേന്ദ്രന്റെ ഏറ്റവും അടുപ്പക്കാരായ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും ചിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഒഴിവാക്കുകയാണ് എസ് സുരേഷും എം ടി രമേശും.